ഞാനും ആരാധ്യയും കൂടെ ഇന്ന് തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ. ഇത് പ്ലാൻ ചെയ്തിട്ടുള്ള ട്രിപ്പൊന്നുമല്ല, പെട്ടെന്നൊരു അരമണിക്കൂർ കൊണ്ട് തീരുമാനമായതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും ഞായറാഴ്ച പോകാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. ഞങ്ങളങ്ങനെ തൃശ്ശൂരെത്തി. ഇതൊരു മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. സൈഡിൽ കച്ചവടം ചെയ്തിരുന്നവരെ ഗവൺമെൻറ് തൃശ്ശൂർ കോർപ്പറേഷൻ ഒരു ഷെൽട്ടറിൻ്റെ അണ്ടറിലേക്ക് ആക്കിയതാണ് കേട്ടോ. വിലക്കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് 2 ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാൻറ് എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പോയത് പച്ചക്കറി മാർക്കറ്റിലേക്കാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ടും അവിടെ പച്ചക്കറിക്ക് നല്ല വിലക്കുറവുണ്ടാവും. കാരണം ഞായറാഴ്ച മുടക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോൾ തന്നെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു വിയ്യൂർ സെൻട്രൽ ജയിലിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അവിടെ ആദ്യം ഒരു പാർക്ക് ഉണ്ടായിരുന്നു, പിന്നെ അതവർ ക്ലോസ് ചെയ്തു. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ തൃശ്ശൂർക്ക് പോയപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കണ്ടു. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഞങ്ങളത് കയറി നോക്കിയിട്ടോ. അവിടെ പോലീസുകാരുടെ ബോഡി ബിൽഡിങ്ങിൻ്റെ ഫങ്ഷൻ നടക്കുമായിരുന്നു, കോമ്പറ്റീഷനായിരുന്നു. പോലീസുകാരാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ചേട്ടൻ തന്നെയാണ് കേട്ടോ ഫൈനൽ പ്രൈസ് അടിച്ചത്. ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നൊരു 9 മണിയൊക്കെ ആയ കാരണം പതുക്കെ തിരിച്ച് പോരാനുള്ള പ്ലാനായിരുന്നു. ആരാധിക്ക് അതിലൊക്കെ നടക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ 9 മണിയായി. പിന്നെയും വീട്ടിലേക്കൊരു 8-9 കിലോമീറ്റർ വരണം. അതുകൊണ്ട് ഞാൻ തിക്കും തിരക്കും പിടിച്ച് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ പുള്ളിക്കാരിക്ക് അത്ര ഇഷ്ടമായില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ഫുള്ള് എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം നിറയെ അവിടെ ആൾക്കാരൊക്കെ ആണല്ലോ. ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. 150 രൂപയ്ക്ക് ഇത്രയും പച്ചക്കറി കിട്ടുമോ എന്നുള്ള അറിയില്ല. 1 കിലോ ബീട്രൂട്ട്, പിന്നെ 1 കിലോ അമരപ്പയറും, വെണ്ടയ്ക്ക 1/2 കിലോയും, 2 കിലോ ചോളവും, പിന്നെ 4 കിലോ പഴമാണ് കേട്ടോ 150 രൂപയ്ക്ക് വാങ്ങിച്ചത്. ഞാൻ എടുത്ത് കാണിച്ചാൽ ഇത്രയും വില കുറവിന് ശനിയാഴ്ച മാർക്കറ്റിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച്.